അഫ്നാന് ഇതൊരു രണ്ടാം ജന്മമാണ്. 22 ദിവസത്തെ തീവ്ര പരിചരണത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അഫ്നാൻ എന്ന് പറയുന്ന 14 വയസ്സുകാരൻ. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ വളരെ കുറവാണ് ലോകത്ത് തന്നെ. എന്നാൽ ഇതാ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കുട്ടി ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. തീക്കോടിയിലുള്ള 14 വയസ്സുള്ള അഫ്നാൻ വളരെ സന്തോഷവാനാണ്. അഫ്നാന്റെ ഉമ്മയും ഉപ്പയും മാത്രമല്ല കൂട്ടുകുടുംബങ്ങളെല്ലാവരും. ഈ ഒരു തിരിച്ചുവരവിന് ശേഷം അഫ്നാൻ പറഞ്ഞത് അൽഹംദുലില്ലാ, ദൈവത്തിന് സ്തുതി. അതുപോലെ തന്നെ എന്നെ പരിചരിച്ച, എന്നെ ഒരുപാട് ശ്രദ്ധയോടുകൂടി നോക്കിയ എന്റെ ഡോക്ടേഴ്സിനും എന്നെ പരിചരിച്ച എന്റെ പ്രിയപ്പെട്ട നഴ്സുമാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഒരൊറ്റ ആഗ്രഹം മാത്രമാണ് അഫ്നാനുള്ളത്, അവനൊരു ഡോക്ടർ ആവണം. എന്നിട്ട് പാവങ്ങളുടെ ഡോക്ടറായിട്ട് ഫീസ് ഇല്ലാതെ പാവങ്ങളെ പരിചരിക്കണം. ഇതാണ് അഫ്നാന്റെ ഒരു ആഗ്രഹം. അള്ളാഹു അത് നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, 22 ദിവസമാണ് മരണത്തിന് മുഖാമുഖം കണ്ടുകൊണ്ട് അഫ്നാൻ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുകൊണ്ട് കിടപ്പിലായിരുന്നത്, തീവ്ര പരിചരണ വിഭാഗത്തില്. ഈ ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 26 ലക്ഷത്തിൽ വളരെ റെയർ ആയിക്കൊണ്ട് ആർക്കെങ്കിലുമാണ് ഈ ഒരു മസ്തിഷ്ക ജ്വരമൊക്കെ പിടിക്കുള്ളൂ എന്നാണ് വിദഗ്ധരായ ആളുകളെല്ലാം പറയുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അടുത്തടുത്ത സമയങ്ങളിലായിട്ട് ഈ മസ്തിഷ്ക ജ്വരം പല കുട്ടികളിലും കണ്ടുവന്നത് വളരെയധികം ഭയപ്പെടുത്തുന്നതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. കുറച്ചു മുന്നേ 2 കുട്ടികൾ ഇതുപോലെ ഈ ലോകത്തിനോട് വിട പറയുകയുണ്ടായി. ഈ മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന സമയത്ത് മസ്തിഷ്കത്തെ കാർന്ന് തിന്നുന്ന രോഗാണുക്കളാണ് ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മസ്തിഷ്ക ജ്വരം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് എന്ത് ചെയ്യും? കാർന്ന് തിന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഈ രോഗി അവസാനം ഈ ലോകത്തോട് പൊടുന്നനെ അങ്ങ് വിട പറയും. തുടക്കത്തിലൊന്നും ഇതങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ശരിയായിട്ട് ചികിത്സ കിട്ടാറില്ല. ഇവിടെ ആവട്ടെ അഫ്നാന്റെ ഉപ്പ കറക്റ്റ് സമയത്ത് ഡോക്ടറിനെ കാണിക്കുകയും ഡോക്ടേഴ്സ് അതിനെ കണ്ടുപിടിക്കുകയും ഉടനെ തന്നെ കോഴിക്കോട് വിദഗ്ധമായിട്ടുള്ള ചികിത്സക്ക് എത്തിക്കുകയും ചെയ്തത് കൊണ്ടാണ് അഫ്നാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അള്ളാഹു ആ കുട്ടിക്ക് ആയുസ് ഇട്ടുകൊടുത്തു. അൽഹംദുലില്ലാ, സന്തോഷം. ഈ രോഗം പിടിക്കുന്നതിന്റെ മുന്നേ ഒരു മാസം മുന്നെയാണ് അഫ്നാൻ നീന്തം പഠിച്ചത് എന്ന് അഫ്നാന്റെ ഉപ്പ സിദ്ദീഖ് പറയുന്നുണ്ട്. അപ്പൊ ഇവൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നന്നായിട്ട് വെള്ളത്തിലൊക്കെ ചാടി കുളിക്കാൻ പോയിരുന്നു. അങ്ങനെ ചാടി കുളിക്കലൊക്കെ കഴിഞ്ഞു വന്നതിന് ശേഷമാണ് അഫ്നാന് ശക്തമായിട്ടുള്ള പനിയും അതുപോലെ തന്നെ വിറയലും അനുഭവപ്പെട്ടു തുടങ്ങിയത്. മാത്രമല്ല പൊടുന്നനെ ആദ്യമായിട്ട് കുട്ടിക്ക് അപസ്മാരം കൂടി കണ്ട സമയത്ത് രക്ഷിതാവായ സിദ്ദീഖ് ഉടനെ കുട്ടിയുമായിട്ട് നല്ലൊരു ഡോക്ടറെ സമീപിച്ചു. അങ്ങനെ ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ ചെറിയ സൂചനകളൊക്കെ കണ്ടപ്പോൾ ഉടനെ തന്നെ കോഴിക്കോട് വിദഗ്ധമായിട്ടുള്ള ചികിത്സക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു. അവിടെ കൊണ്ടെത്തിച്ചു. നല്ല രീതിയിൽ പൊടുന്നനെ പെട്ടെന്ന് ചികിത്സയും കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് അഫ്നാൻ ഈ ലോകത്തേക്ക് വീണ്ടും 2ാം ജന്മത്തോടു കൂടി തിരിച്ചെത്തിയിരിക്കുകയാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഇനി ആ പൊന്നുമോന് നൽകി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ആ രോഗത്തിൽ നിന്ന് മുക്തി നേടിയതിനു ശേഷം ആ കുഞ്ഞു പറഞ്ഞത്, ആ 14 വയസ്സുകാരനായിട്ടുള്ള അഫ്നാൻ പറഞ്ഞത്, എനിക്ക് നല്ലൊരു ഡോക്ടർ ആവണം, അവന്റെ ഒരു ആഗ്രഹമാണ്. അതുപോലെ തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ചതിന് ശേഷം അവൻ ആഗ്രഹം പറഞ്ഞത്, എനിക്ക് നല്ലൊരു ഡോക്ടർ ആവണം. എന്നെ ചികിത്സിച്ച എന്റെ പ്രിയപ്പെട്ട ഡോക്ടർമാർക്കും എന്നെ പരിപാലിച്ച നഴ്സുമാർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഈ മസ്തിഷ്ക ജ്വരം ഇങ്ങനെ അമീബയിൽ നിന്നാണ്, അമീബിക് മസ്തിഷ്ക ജ്വരം എന്നാ ഇതിന് പറയുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തില്. അപ്പൊ ഞാനിവിടെ ഈ അഫ്നാൻ കുളിച്ചതിന് ശേഷമാണ്, ഇങ്ങനെ മുങ്ങി കുളിച്ചതിന് ശേഷമാണ് ഒരു രോഗം ഉണ്ടായെന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കാം. മുങ്ങി കുളിക്കുന്നതല്ല പ്രശ്നം. 26 ലക്ഷം ആളുകളിൽ നിന്ന് ചിലപ്പോൾ ഒരാൾക്ക് കാണാവുന്ന ഒരു രോഗമാണിതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ മുങ്ങിക്കുളിക്കുന്ന സമയത്തും അല്ലാതെ കിടന്ന് ചാടി കളിക്കുന്ന സമയത്തും സൂക്ഷിക്കണം. ഇങ്ങനെ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് വെള്ളത്തിൽ നിന്നാണ് ഈ ഒരു അമീബ എന്ന് പറയുന്ന ഈ രോഗാണു മസ്തിഷ്കത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാതെ നമ്മൾ ആ ഹോസ്പിറ്റലും ഈ ഹോസ്പിറ്റലും അവിടെ ഇവിടെ ഇങ്ങോട്ട് കളിക്കും. കുട്ടികൾക്ക് അല്ലെങ്കിൽ ആർക്കാണെങ്കിലും ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിരിക്കും. ഒരു അബ്നോർമൽ മൈൻഡിലൊക്കെ ചിലപ്പോൾ കാട്ടിക്കൂട്ടും.
ചിലപ്പോൾ തളർന്നു കിടക്കും, ചിലപ്പോൾ പല രീതിയിൽ പല ആക്ഷനുകളും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് പലരും പല ചികിത്സാ രീതികൾ നേടാറുണ്ട്. പല ആത്മീയ ചികിത്സയിലേക്ക് പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ കൗൺസിലിങ്ങിന് പോകുന്നവരുണ്ട്. അങ്ങനെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ കുട്ടിയുടെ രോഗിയുടെ മസ്തിഷ്കം രോഗാണു കവർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാർന്ന് തിന്ന് നശിപ്പിക്കും. അവസാനം ഈ കുട്ടി ലോകത്തിനോട് വിട പറയും. കുട്ടിയാവട്ടെ വലിയവരാവട്ടെ. അതാണ് ഈ രോഗം എന്ന് പറയുന്നത്, അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലൊക്കെ നമ്മൾ കുട്ടികളൊക്കെ ഇപ്പോൾ വെള്ളത്തിലൊക്കെ ചാടി കളിക്കുമ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളമാണോ അതല്ലെങ്കിൽ ഏത് രീതിയിലുള്ള വെള്ളമാണോ ഇതൊന്നും തിരിച്ചറിയാതെ അതിലൊക്കെ കിടന്ന് ചാടി കളിച്ചിട്ട് മൂക്കിലൂടെയും വായിലൂടെയൊക്കെ വെള്ളം കയറിയിട്ട് ഇത് മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഈ രീതിയിലുള്ള രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിത്തീരുന്നത്. ഒരു ശ്രദ്ധ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ വിഷയങ്ങളൊക്കെ കണ്ടു തുടങ്ങിയാൽ പ്രത്യേകമായിട്ടുള്ള രീതിയിലുള്ള രോഗങ്ങളൊക്കെ കണ്ടു തുടങ്ങിയാൽ തീരെ അപസ്മാരമില്ലാത്തവർക്ക് പെട്ടെന്ന് അപസ്മാരം ഇളകുക, അതുപോലെ തന്നെ ശക്തമായ പനിയും വിറയലൊക്കെ ബാധിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ മാനസിക അന്തരീക്ഷം കുറച്ച് പ്രോബ്ലം ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് കുട്ടികളിലോ അല്ലെങ്കിൽ മുതിർന്നവരിലോ കണ്ടു തുടങ്ങുന്നത് എങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ധമായ ചികിത്സക്ക് നിങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടെയും ഇവിടെയും ഇട്ട് തട്ടിക്കളിച്ച് അവസാനം കൊണ്ടെത്തുമ്പോഴേക്കും ആ കുട്ടി ഈ ലോകത്തിനോട് വിട പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ അശ്രദ്ധയിലൂടെ കൊണ്ടുപോകാൻ ഒരിക്കലും പാടില്ല. എന്താണെങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അഫ്നാൻ എന്ന മോൻ. ആ കുട്ടിക്ക് നല്ലൊരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേരുക. പാവങ്ങളെ ചികിത്സിക്കുന്ന അവന്റെ ആഗ്രഹം പോലെ നല്ലൊരു ഡോക്ടർ ആവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞ് തൽക്കാലം വിട പറയുന്നു. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.